ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് വേണമെന്ന ആവശ്യവുമായി മലയാളികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ കേരളത്തിന് ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സാധാരണ തീവണ്ടികളിലെ നിരക്കും വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ നിരക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ തന്നെ കേരളത്തിനൊരു വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ. നിലവിൽ തീവണ്ടി സർവീസ് കുറവുള്ള ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ തന്നെ വന്ദേഭാരത് സ്ലീപ്പർ ഓടിത്തുടങ്ങണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒപ്പം ചെന്നൈ തിരുവനന്തപുരം, മംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളും ശുപാർശ ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിലവിലെ യാത്രാ തിരക്കും സ്വകാര്യ ബസ്സുകളുടെ നിരക്കും പരിഗണിക്കുമ്പോൾ നിരക്ക് കൂടുതലാണെങ്കിലും സാധാരണ തീവണ്ടികളേക്കാൾ മികച്ചത് വന്ദേഭാരത് ആയിരിക്കുമെന്നാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. കുറഞ്ഞ യാത്രാസമയവും പ്രധാന ഘടകമാണ്. സാധാരണ തീവണ്ടികളിലെ നിരക്കും വന്ദേഭാരത് സ്ലീപ്പറിന്റെ നിരക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. നിലവിലുള്ള യശ്വന്ത്പൂർ തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് തീവണ്ടിയിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള തേർഡ് എസിയിൽ അടിസ്ഥാന നിരക്ക് 753 രൂപയാണ്. ഒപ്പം റിസർവേഷൻ, GST തുടങ്ങിയവ കൂടി കൂട്ടുമ്പോൾ 880 രൂപയും ഓൺലൈൻ ചാർജുകളും നൽകേണ്ടതുണ്ട്. എന്നാൽ വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടിയുടെ നിരക്ക് ഇതിനേക്കാൾ 3 ഇരട്ടിയോളമാവും. തേർഡ് എസിയിൽ കിലോമീറ്ററിന് 2.4 രൂപയാണ് വന്ദേഭാരത് സ്ലീപ്പറിലെ അടിസ്ഥാന നിരക്ക്. ഇത് പ്രകാരം ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെയുള്ള യാത്രാ നിരക്ക് 2060 രൂപയെങ്കിലും അടിസ്ഥാന നിരക്കായി നൽകേണ്ടി വരും. ഇതിനൊപ്പം റിസർവേഷൻ നിരക്ക്, സൂപ്പർഫാസ്റ്റ് നിരക്ക്, GST, കാറ്ററിംഗ് ചാർജ് എന്നിവയും നൽകേണ്ടതായുണ്ട്. അതിനാൽ അന്തിമ നിരക്ക് 2750 രൂപയിലും കൂടാനാണ് സാധ്യത. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള തേർഡ് എസിയിലെ അടിസ്ഥാന നിരക്ക് 1117 രൂപയാണ്. ബാക്കി ചാർജുകൾ കൂടിയാകുന്നതോടെ 1215 രൂപയാകും. ഇതിനേക്കാൾ 1500 രൂപയെങ്കിലും അധികം വന്ദേഭാരത് സ്ലീപ്പറിൽ നൽകേണ്ടി വരും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെയുള്ള വന്ദേഭാരത് ചെയർകാറിന്റെ അടിസ്ഥാന നിരക്ക് 1159 രൂപയാണ്. 363 രൂപ കാറ്ററിംഗ് ചാർജ്, 63 രൂപ GST അടക്കം മറ്റു ചാർജുകൾ കൂടിയാകുന്നതോടെ അന്തിമ നിരക്ക് 1670 രൂപയാകും. അതേസമയം RAC, VIP വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ. 960 രൂപയാണ് വന്ദേഭാരത് തേർഡ് എസി നിരക്ക്. സെക്കൻഡ് എസിക്ക് 1240 രൂപയും ഫസ്റ്റ് എസിക്ക് 1520 രൂപയും നൽകേണ്ടതുണ്ട്. ഇതിനു പുറമെ ടിക്കറ്റുകൾക്ക് GST നിരക്കും അടയ്ക്കണം. സെക്കൻഡ് എസിക്ക് കിലോമീറ്ററിന് 3.1 രൂപയുടെയും ഫസ്റ്റ് എസിക്ക് കിലോമീറ്ററിന് 3.8 രൂപയുടെയും നിരക്ക് വർധനവുണ്ടാകും. യാത്രക്കാർക്ക് പുതപ്പ് കവറുകൾ ഉൾപ്പെടെ പൂർണ്ണമായും നവീകരിച്ച ബെഡ്റോൾ ലഭിക്കുമെന്ന് അധികൃതർ പറയുന്നു. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് മികച്ച നിലവാരമുള്ള ആധുനിക ബെഡ്റോളായിരിക്കും ഇതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുന്നതിനോടൊപ്പം പ്രാദേശിക ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലാണ് സജ്ജീകരണങ്ങൾ. വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിൽ 11 കോച്ചുകൾ തേർഡ് എസിയും 188 കോച്ചുകൾ സെക്കൻഡ് എസിയും 24 കോച്ചുകൾ ഫസ്റ്റ് എസിയുമായിരിക്കും. ആകെയുള്ള 823 ബർത്തുകളിൽ 611 എണ്ണം തേർഡ് എസിയിലും 188 എണ്ണം സെക്കൻഡ് എസിയിലും 24 എണ്ണം ഫസ്റ്റ് എസിയിലുമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.